മൂവി ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇമോഷണലാണ്. ഓൾറെഡി മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത കുറേ ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മുത്തങ്ങ സമരത്തെ ആസ്പദമാക്കി ആദിവാസികൾ ഭൂമി അവകാശത്തിന് വേണ്ടി, ആദിവാസികളാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. നമ്മളെ ആദിവാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവർ ഭൂമി കിടപ്പാടമില്ലാതെ ചെയ്ത സമരം, അതിനെങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് അടിച്ചൊതുക്കിയത്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ആസുരൻ മൂവിയൊക്കെ പോലത്തെ, അതേപോലെ മാരി സെൽവരാജ്, വെട്രിമാരൻ, രഞ്ജിത്ത് ഇവരൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തങ്ങ സമരം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച ചിത്രങ്ങളൊക്കെ നേരിട്ട് അത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഒരുപാട് കരഞ്ഞു. കരച്ചിൽ എനിക്ക് അടക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പൊട്ടി കരയുമായിരുന്നു. പക്ഷെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സി കെ ജാനുവും ഗീതാനന്ദ മാഷിൻ്റെ വായി എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര ഇമോഷണലാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആ ഒറിജിനൽ സംഭവത്തോട് നീതി പുലർത്തി. പിന്നെ പണിയ ഭാഷയാണ് ആദ്യമായിട്ട് അതിനകത്തൊക്കെ കാണിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ആ ഭാഷ പിടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നരിത്തൂക്ക് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട്. സിനിമയാകുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെൻ്ററി പോലെ കാണിക്കാൻ പറ്റുമല്ലോ. ആ സംഭവത്തെ ഊന്നി വേറൊരു കഥ പോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ജസ്റ്റിസ് പുലർത്തി. പൊളിറ്റിക്കലി ഇഷ്യൂ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഇടത് വലത് സർക്കാരുകളാണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഏത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ എന്താ പറയുക, ആദിവാസികൾക്ക് ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളുടെ ഒരു പ്രശ്നങ്ങൾക്കും, സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളോട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. നമ്മൾ ആദിവാസികൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മാവോയിസ്റ്റാക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. അതൊക്കെ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ഇനിയെങ്കിലും ഈ സിനിമ ഉണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക്, ഇനി ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയാണ് നമുക്ക് വേണ്ടത്. വേടം പറഞ്ഞിട്ടില്ലേ, എന്താ, തുണ്ട് മണ്ണിനായി കൊതിച്ച് പിന്നിൽ ആരോ ചതിച്ച് നീതി പണ്ടേ മരിച്ചെന്ന്. അതേപോലെ മണ്ണിന് വേണ്ടിയാണ് കൊതിക്കുന്നത്. മണ്ണിന് വേണ്ടിയാണ് ഇപ്പോഴും നിലമ്പൂർ ആദിവാസികൾ സമരത്തിന് തുടങ്ങിയിട്ടുണ്ട് മിനിങ്ങാന്ന്. അപ്പോൾ എല്ലാവർക്കും പട്ടയം കിട്ടട്ടെ, എല്ലാവർക്കും തുണ്ട് മണ്ണുണ്ടാവട്ടെ, കൃഷി ചെയ്യാൻ പറ്റട്ടെ. അടിപൊളി സിനിമ, നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡയറക്ടർ അഭിനന്ദിക്കണം. പിന്നെ നല്ല തിരക്കഥയുണ്ട്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ പണ്ടത്തെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. എന്ന് പറയുമ്പോൾ 2003 മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ARMന് ഈക്വലായിട്ട് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ CK ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലീം എന്ന് പറയുന്ന നടി, അവരുടെയും ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കാം. പിന്നെ നല്ല പാട്ട്, മ്യൂസിക്, പിന്നെ ക്യാമറ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. നല്ലൊരു മൂവിയാണ്. കൊള്ളാം, നല്ല പടമാണ്. എല്ലാവർക്കും വന്ന് കാണാം. ട്രെയിലറിൽ കാണുന്നത് അത് തന്നെയാണോ ബ്രോ? കണ്ടില്ല, ട്രെയിലറിൽ കാണുന്ന അത്രയല്ല, എന്നാലും കുറേ ടൊവിനോടൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഓക്കെയാണ്. സുരാജ് കൊള്ളായിരുന്നു. നല്ല സിനിമയാണ്. നമ്മൾ വെട്രിമാരൻ്റെ ഒക്കെ സിനിമകൾ തമിഴിൽ കണ്ടിട്ടുണ്ട്. അപ്പം ആ കണക്കിന് മലയാളത്തിൽ നിന്നൊരു സിനിമയാണ്. വൺ ഓഫ് ദ അതെ, ആ ഒരു റിസംബ്ലൻസ് ഉണ്ട്. ക്ലാസ് മൂവിയാണ്. എല്ലാം കൊണ്ടും നല്ല നടന്ന സംഭവമാണ്. പോലീസുകാർ അതിക്രമം നല്ല മിസ്സാണ്. ടൊവിനോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നൈസ്. ടൊവിനോടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കിട്ടില്ലാണ് ഇപ്പോൾ വന്ന് നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. ജെക്സ് ബിജിയുടെ BGM കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. ടോവിനോ തോമസിൻ്റെ ഇതിലെ പേരെന്ന് പറയുന്നത് പീറ്റർ എന്നാണ്. അത് പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. പുള്ളിക്ക് വേണ്ടി നമ്മൾ ഇതിനെങ്കിലും വന്നില്ലേ. പടം കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് പോസിറ്റീവ് പറയാനേ ഉള്ളൂ. കാര്യം അതിൽ അഭിനയിച്ചവരെല്ലാം, സുരാജ് ചേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. അടിപൊളി പടമായിരുന്നു കേട്ടോ. തെറ്റ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല മൂവിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട്. അടിപൊളി പടം ബ്രോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനൊക്കെ സൂപ്പർ കേട്ടോ, അടിപൊളി. പിന്നെ നമ്മുടെ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ഈ പടം കണ്ടിട്ട് ശ്രദ്ധിച്ചായിരുന്നു, ഇതേപോലെ ഇങ്ങനെ മീഡിയ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അതിൽ നമ്മുടെ ഒരു സഹോദരനുണ്ട്, ശ്രീരാജ് എന്ന് പറയുന്നത്, ക്യാപ്ചർ മീഡിയ എന്ന് പറയുന്നത്. പുള്ളിക്ക് ഈ സിനിമയിൽ ഒരു അവസരം കണ്ടു. പുള്ളീനെ ഇതിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പറഞ്ഞില്ല, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് ഡയറക്ടർ നമ്മൾ സമ്മതിക്കണം. അങ്ങനെ ഒരു അവസരം കൊടുത്തില്ലേ പുള്ളീനെ. അഭിനയിക്കണം എന്നുള്ളൊരു കാര്യം ചോദിച്ചില്ലേ. എന്നെങ്കിലും ഞാനും വരും. അന്ന് നിങ്ങളെല്ലാവരും കൈയടിക്കണം കേട്ടല്ലേ.